ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ 4th പാർട്ടാണ്. വേർഡ് മേക്ക്. മീനിങ്: ഫോം സംതിങ് ബൈ പുട്ടിങ് പാർട്സ് ടുഗെദർ ഓർ കമ്പൈനിങ് സബ്സ്റ്റൻഷ്യൻസ്. എന്തെങ്കിലും ഒരു സാധനം നിർമ്മിക്കാനോ ഫോം ചെയ്യാനോ കമ്പൈൻ ചെയ്യാനോ അങ്ങനെ ചെയ്യുന്നതിനെ പറയാനാണ് മേക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഓരോ വെർബ് ഫോംസ് നോക്കാം. മേക്കിൻ്റെ V1 മേക്ക്, V2 മെയ്ഡ്, V3 മെയ്ഡ്. ഓക്കെ, ഇനി നമുക്ക് ഓരോ വേർഡിൻ്റെയും മീനിങ്ങും എക്സാമ്പിളും നോക്കാം. ഫസ്റ്റ് വേർഡ് മേക്ക് അപ്പ്. മീനിങ്: ദ കമ്പോസിഷൻ ഓഫ് സംതിങ്. എന്തിൻ്റെങ്കിലും കമ്പോസ് ചെയ്യുന്നതിനാണ് മേക്ക് അപ്പ് എന്ന് പറയാം. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ദ കമ്മിറ്റി വാസ് മെയ്ഡ് അപ്പ് ഓഫ് ഓൾ ദി റീജിയണൽ മാനേജർ. എല്ലാ മേഖലാ മാനേജറും ഉൾപ്പെടുന്നത് അല്ലെങ്കിൽ ഘടിപ്പിക്കുന്നതാണ് സമിതി. ഓക്കെ, കമ്പോസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് നോക്കാം. മേക്ക് ഔട്ട് ടു ബി. ടു ക്ലെയിം, അവകാശപ്പെടുക. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ഹി മേക്സ് ഹിംസെൽഫ് ഔട്ട് ടു ബി ആൻ ഇമ്പോർട്ടൻ്റ് ആർട്ടിസ്റ്റ് ബട്ട് ഹിസ് പെയിൻറ്റിങ് ആർ അട്ടർ ഗാർബേജ്. അതായത് അയാൾ സ്വയം ഒരു പ്രധാന ആർട്ടിസ്റ്റാണെന്ന് പറയുകയാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്സ് എന്ന് പറയുന്നത് അട്ടർ വേസ്റ്റ് ആണ്, അത്രയും തികച്ചും മാലിന്യമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ബട്ട് ഹി വാസ് ക്ലെയിമിങ് ഹി വാസ് ഇമ്പോർട്ടൻറ്റ് ആർട്ടിസ്റ്റ്. ഓക്കെ, ക്ലെയിം ചെയ്യാണ്, അവകാശപ്പെടുകയാണ്, അതിനാണ് മേക്ക് ഔട്ട് ടു ബി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വേർഡ് മേക്ക് ഓഫ്. ടു ട്രൈ, to understand and find out a reason for something. എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുകയും അതുണ്ടാവാനുള്ള റീസൺ എന്താണ് എന്ന് കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ മേക്ക് ഓഫ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ഐ ഡോണ്ട് നോ വാട്ട് ടു മേക്ക് ഓഫ് ഹർ സഡൻലി അൺഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മീ. എനിക്ക് അറിയില്ല എന്തുകൊണ്ടാണ് അവൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു അൺഫ്രണ്ട്ലി ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നത് എന്ന്. എന്താണെന്ന് അറിയില്ല. ഓക്കെ, ഇവിടെ അയാൾക്ക് അറിയില്ല എന്താണ് പ്രശ്നം എന്ന്. സോ ഹി വാസ് മേക്ക് ഓഫ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വേർഡ് മേക്ക് ഓവർ. മീനിങ്: ട്രാൻസ്ഫർ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാനാണ് മേക്ക് ഓവർ ടു യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കാം. രാജൻ മെയ്ഡ് ഓൾ ഹിസ് ലാൻഡ് ഓവർ ടു ഹിസ് സൺ. രാജൻ അയാളുടെ എല്ലാ ലാൻഡ്സും മകന് നൽകി. ഓക്കെ, ഓവർ ടു, മേക്ക് ഓവർ ടു, ട്രാൻസ്ഫർ ഓണർഷിപ്പ്. രാജൻ്റെ ഓണർഷിപ്പ് അയാൾ മകന് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വേർഡിലേക്ക് പോവാം. മേക്ക് ഇൻ ടു. മീനിങ് നോക്കാം. ടു കൺവേർട്ട് വൺ തിങ് ഇൻ ടു അനദർ തിങ്. അതായത് ഒരു സാധനത്തിനെ മറ്റൊന്നായിട്ട് കൺവേർട്ട് ചെയ്യാനാണ് മേക്ക് ഇൻ ടു യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കാം. ഹിസ് ഫാദർ സെഡ് ദാറ്റ് ജോയിനിങ് ആർമി വുഡ് മേക്ക് ഹിം ഇൻ ടു എ റിയൽ മാൻ. അച്ഛൻ മകനോട് പറയാണ്, നീ ആർമിയിൽ ചേർന്ന് കഴിഞ്ഞാൽ നീ ഒരു റിയൽ മാൻ ആയിട്ട് മാറും. അതായത് ഒരു അത്ര നല്ല സ്വഭാവമില്ലാത്തൊരു ആ വ്യക്തി നല്ല സ്വഭാവത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു. ഓക്കെ, അതിനാണ് മേക്ക് ഇൻ ടു യൂസ് ചെയ്തത്. ഓക്കെ, മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വേർഡിലേക്ക് പോവാം. മേക്ക് ഓഫ്. ടു ഹറി എവേ. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് ഊരി പോരാൻ അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്യാൻ, അതിനാണ് മേക്ക് ഓഫ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എക്സാമ്പിൾ
നോക്കാം. The pop star make off from the concert before the fans would find him. ഫാൻസ് ഫൈൻഡ് ചെയ്യുന്നതിന് മുന്നേ പോപ്പ് സ്റ്റാർ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് എസ്കേപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഓക്കെ, ഒരു സ്ഥലത്ത് നിന്നും പെട്ടെന്ന് മാറി പോവാനായിട്ട് ശ്രമിക്കുക, അതാണ് മേക്ക് ഓഫ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വേർഡാണ് മേക്ക് ഔട്ട്. മീനിങ് നോക്കാം. ടു ജസ്റ്റ് be able to read, hear or see something. എന്തെങ്കിലും ഒന്ന് വായിക്കാനോ കേൾക്കാനോ കാണാനോ ഉള്ള എബിലിറ്റി ഉണ്ടാവുക, അതിനാണ് മേക്ക് ഔട്ട് എന്ന് യൂസ് ചെയ്യുന്നത്. സെൻറ്റൻസ് നോക്കാം. ഇഫ് യു ക്യാൻ മേക്ക് ഔട്ട് ദ ബിൽ ബോർഡ് ഫ്രം സച്ച് എ ഡിസ്റ്റൻസ് യു റിയലി ഹാവ് എക്സലൻറ്റ് വിഷൻ. അതായത് അത്രയും ദൂരമുള്ള ബിൽ ബോർഡ് നിനക്ക് കാണുന്നുണ്ടെങ്കിൽ, വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിൻ്റെ വിഷൻ, അതായത് കാഴ്ച അപാരം തന്നെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അതിനാണ് മേക്ക് ഔട്ട് യൂസ് ചെയ്യുന്നത്, ദൂരെയുള്ളൊരു കാര്യം കാണാൻ കഴിയുന്നതിന്. ഓക്കെ, മേക്ക് ഔട്ട് യൂസ് ചെയ്യുന്നു. ഇനി ലാസ്റ്റ് വേർഡ് മേക്ക് ഫോർ. ടു മൂവ് ടുവേർഡ്സ് സംതിങ് or a place. ഓക്കെ, എന്തെങ്കിലും ഒരു സാധനം നീക്കാനോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോകാനോ ആണ് മേക്ക് ഫോർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ഹീ മെയ്ഡ് ഫോർ ഹിസ് അപ്പാർട്ട്മെൻറ്റ് എ കപ്പിൾ ഓഫ് ഹവേഴ്സ് എഗോ. ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് അദ്ദേഹത്തിൻ്റെ അപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്തു? മൂവ് ടുവേർഡ്സ്, മാറ്റി നിർമ്മിച്ചു, അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും പാർപ്പിച്ചു. ഓക്കെ, അങ്ങനെ പറയാനാണ് മേക്ക് ഫോർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മേക്ക് എന്ന വേർഡിൻ്റെ ഫ്രേസൽ വെർബ്സ് ആണ് പഠിച്ചത്. അപ്പം മേക്ക് അപ്പ്, മേക്ക് ഔട്ട് ടു ബി, മേക്ക് ഓഫ്, മേക്ക് ഓവർ ടു, മേക്ക് ഇൻ ടു, മേക്ക് ഓഫ്, മേക്ക് ഔട്ട്, മേക്ക് ഫോർ. ഇത്രയും ഫ്രേസൽ വെർബ്സ് ആണ്. ഫ്രേസൽ വെർബ്സും മീനിങ്ങും എക്സാമ്പിളും ആണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും പോയി കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.